ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പം ത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് രാവിലെ തൊട്ട്. പക്ഷേ കുറേ ചെറിയ ചെറിയ ജോലി കാരണം കൊണ്ട് വീഡിയോ ഇടാനായിട്ട് എന്ത് ചെയ്തു താമസിച്ചു പോയി. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ എപ്പോഴും മൊബൈലെടുത്ത് നോക്കിയാൽ എപ്പോഴും കേരളത്തിൽ ഒരു സമാധാനവും ഇല്ല. ആളുകളെല്ലാം നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നം തീരുമ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം. പോലീസിനാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു റെസ്റ്റും ഇല്ല. മാധ്യമങ്ങളെയും കൊണ്ടും പ്രശ്നങ്ങളെയും കൊണ്ടും ശരിക്കും പറഞ്ഞാൽ ക്രമസമാധാനം ഇല്ലാത്തൊരു കേരളമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, മാറിയിരിക്കുന്നു. ഇതിനെതിരെ അല്ലെങ്കിൽ ഒരു നല്ല ഒരു തീരുമാനം എടുക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല, ഭരണഘടനയ്ക്ക് പോലും ആകാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രശ്നങ്ങളുടെ എന്ത് ചെയ്യുന്ന കിടപ്പ്, സമാധാനക്കേടുകൾ ഒരുപാട് ഓരോ ദിവസവും കൊല്ലുകയാണ്. ഇന്ന് തന്നെ മൊബൈലെടുത്ത് നോക്കിയപ്പോഴത്തേനും ഒരു കൊച്ചു തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു, ബാലരാമപുരത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നിട്ട് എന്ത് ചെയ്ത് കിണറ്റിനകത്ത് ഇട്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിനകത്ത് ഉള്ള ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെയൊക്കെ എന്ത് ചെയ്യുന്നു, കൊന്നിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ കിണറ്റിലിടുന്നു. മനുഷ്യൻ ഇത്രയ്ക്കും നികൃഷ്ടമായ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഒരു നല്ല തീരുമാനം അല്ലെങ്കിൽ ഒരു മാറ്റം മനുഷ്യനില്ല. ഒന്നിനൊന്നിനെ കൂടിക്കൊണ്ട് ഇരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജയിലിൽ നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം കിട്ടും, സുഖമാണ്, പണിക്കും വേലയ്ക്കൊന്നും പോകണ്ട, നല്ല കാര്യങ്ങളായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണോ ഇങ്ങനെയൊക്കെ മനുഷ്യർ ചെയ്യുന്നതെന്ന് പോലും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷൻകാർ നമ്മൾ നിയമത്തിനെയും പോലീസിനെയൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ അതിനൊന്നും പരിഹാരമില്ല. വലിയ വലിയ കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ, പരിഹരിക്കാതിരിക്കാനും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സമാധാനവും ഇല്ല. അപ്പോൾ ഒരു വശത്ത് ആത്മീയമായ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വശത്ത് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആളുകൾ, മറുവശത്ത് ഒന്നിനെയും ബാധിക്കാതെ ഒന്നിനെയും പേടിയില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ആളുകളുടെ മുഖം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ മനുഷ്യന് ചെയ്യാൻ തോന്നുമോ എന്നെന്ത് ചെയ്ത് നമ്മൾ വിചാരിക്കും. അതുപോലെ തന്നെ ചെന്താമരയിലുള്ള 2 പിള്ളേരെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 പെൺപിള്ളേരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എന്ത് ചെയ്യുന്നു, അവരുടെ എന്താ പറയുക, അനാഥത്വമാക്കി ഇരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്ത് നടന്നിരിക്കുന്നു. അതിനിടയ്ക്ക് കടുവ, പുലി, അങ്ങനെയൊക്കെ മൃഗങ്ങളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ അതുങ്ങളും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എന്ത് പറ്റി? പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ കുറവ് കൊണ്ടാണോ, ആചാരങ്ങൾ കൂടിയത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആളുകൾക്ക് അല്ലെങ്കിൽ ബുദ്ധിയും ബോധവും എന്താ പറയുക, അറിവും ജ്ഞാനവും എല്ലാം കൂടിയത് കൊണ്ടാണോ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പം എന്ത് ചെയ്യുന്നു, തമ്മിൽ എന്ത് ചെയ്യുന്നു, ആർക്കും ആരോടും ആത്മാർത്ഥതയില്ല. നമ്മൾ പുറമേ ചിരിക്കുമ്പോൾ വിചാരിക്കും നമ്മൾ യഥാർത്ഥമാണ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കരുത്. വളരെ ജാഗ്രതയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും നടക്കുമ്പോഴും വളരെ ജാഗ്രതയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മളിപ്പോഴത്തെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ചെയ്യാത്ത കാര്യത്തിന് നമ്മൾ വീടും എടുത്ത് വാടകയ്ക്ക് വീടും എടുത്ത് പൈസയും കൊടുത്ത് അഡ്വാൻസും കൊടുത്തിട്ട് എന്താ പറയുന്നത്, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലാത്ത ആളുകളാണ്. എന്ന് വെച്ചാൽ സ്വന്തം പ്രോപ്പർട്ടിയും സ്വന്തം വീടും സ്വന്തം അധ്വാനം ഫലം കൊണ്ട് നിർമ്മിച്ച സ്വന്തം പ്രോപ്പർട്ടിയിൽ ആൾക്കാരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ആളുകളുടെ കയ്യിലിരിക്കുന്ന പൈസയും മേടിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകളുടെ വീട് അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യുക, പൂട്ടിയിടുക, അപഹരിച്ച് വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ
ഉടനെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ അലയടിച്ചു. ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോൾ ഫാദറിൻ്റെ ആണ്ടാണ് വരുന്നത് ഫെബ്രുവരി 2-ാം തീയതി. കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി തുടങ്ങിയ കഷ്ടകാലമാണ്. അത് ഈ ഫെബ്രുവരി 2-ാം തീയതി വരുമ്പോഴത്തേക്കും ഞാനൊന്നും ബാക്കി ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ആണ്ട് കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് എന്ത് ചെയ്യാൻ, വേറെ കാര്യങ്ങളിലേക്കെല്ലാം ഒന്ന് പ്രവേശിക്കാൻ. ഞാനൊന്ന് സ്വസ്ഥമായിട്ട്, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, മരണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മളൊന്ന് ശാന്തമായ അന്തരീക്ഷം കണ്ടപ്പോൾ ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സമാധാനമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കേരളത്തിനകത്ത് നമ്മുടെ ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന വാടക വീട് എന്ത് ചെയ്തത്, ഞാൻ എടുത്തത്. ഒന്ന് എന്ത് ചെയ്യാം, എടുത്തതിന് ശേഷം നമ്മളെ തന്നെ നിർബന്ധിച്ച് അവർ നിങ്ങൾ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു നിർബന്ധപൂർവ്വം തന്നെ നമുക്ക് എഗ്രിമെൻ്റ് എഴുതാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു തന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മളോട് ഇത്രയും തരികിടത്തരം കാണിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു കാര്യം, അതായത് എൻ്റെ ഫാദറിൻ്റെ ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം വേണം, ആണ്ട് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് എന്തിനൊക്കെയെങ്കിലും എന്ത് ചെയ്യാൻ, കാര്യങ്ങളിലേക്കൊക്കെ കടക്കാനായിട്ട് ഉള്ളത്. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇപ്പം ഒരു കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ ഇപ്പം കറക്റ്റ് നിങ്ങൾക്കറിയാം, ദേവലോകം ചാനലിൽ ഞാൻ കറക്റ്റ് എന്ത് ചെയ്തിരുന്ന വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോ ഇടാത്തത് കൊണ്ട് ഒരുപാട് വ്യൂവേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എനിക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം 7000 സംതിങ് 8000-ത്തിനടുത്ത് 8000-ത്തിലേക്ക് ആവുന്നില്ല, അതിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എന്നെ ഒന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് ആളുകൾ യൂട്യൂബേഴ്സിൻ്റെ അവർക്കെല്ലാം ആളുകൾ നല്ല സപ്പോർട്ടിങ്, അവരുടെയൊക്കെ നല്ല നല്ല കമൻറ്റുകൾ കാണുമ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം എന്താ പറയുക, ഇത് കാണുമ്പോഴത്തേക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ജനങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ പറയട്ടെ, ഞാൻ മോശമായ കമൻറ്റ് ഇടുമ്പോൾ മാത്രമേ ഞാൻ കമൻറ്റിനെ കുറിച്ച് റിയാക്റ്റിങ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട്. ഒരു കുട്ടിമാൻ, അങ്ങനെ കുറച്ച് ആളുകൾ, ഇതിനകത്ത് കുറേ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് കമൻറ്റ് ഇടും. അവർക്കൊക്കെ എന്ത് പറ്റി, നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോഴും നിങ്ങളെ കണ്ടതിനുള്ള സന്തോഷമാണ്. എപ്പോഴും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രെയർ ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ കേരളത്തിലെ ഓരോ വിവരങ്ങൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്ന ഓരോ വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സും എന്ത് ചെയ്യും ഡൗൺ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അധികം ഞാനിപ്പോൾ എന്ത് ചെയ്യുക, ഫോൺ എടുത്ത് നോക്കാറേ ഇല്ല. എന്തിനാണ് നമ്മുടെ മനസ്സിനെ ഉള്ള പോസിറ്റീവിനെ എന്തിനാണ് ഇല്ലാതാക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും എന്ത് ചെയ്യാറില്ല, കാണാനായിട്ട് അങ്ങനെ ശ്രമിക്കാറില്ല. നല്ല 1-2 നല്ല കാണുന്ന വീഡിയോസ് ഉണ്ട്, അത് കാണും, ഫോണോ എന്ത് ചെയ്യും അങ്ങനെ വയ്ക്കും. അപ്പോൾ വീഡിയോ ഇടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എനിക്കൊന്ന് എന്താ പറയുക, ചില ദിവസം മടിയായിരിക്കാം, ചില ദിവസം എനിക്ക് ഇടാനായിട്ടേ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 കൽപ്പിച്ചിരുന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം, നിങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയാം എന്ന് വിചാരിച്ചു. പുറത്ത് പോകുന്ന സമയത്ത് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, വരാം. എനിക്ക് ഒരുപാട് കുറച്ച് ബാധ്യതകൾ നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റേതായ തിരക്കിലൊക്കെയാണ്. എനിക്ക് ആ ബാധ്യതകളെയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, തീർത്ത് വയ്ക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഏകദേശം ഇപ്പം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്ത് വൈകുന്നേരം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ആയിട്ട് വന്നത്. അതിനിടയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ചോറ് തിളപ്പിച്ചു, അത് അടച്ചു വെച്ചു. കറിക്കുള്ളത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം വേണം കറിയൊക്കെ വയ്ക്കാൻ. അങ്ങനെ കറി വയ്ക്കണം, കുറച്ച് നേരം കൂടെ പ്രെയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഏകദേശം രാവിലെ എന്ത് ചെയ്യും, നല്ലോണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ബ്രഷൊക്കെ ചെയ്ത് നല്ലോണം വാഷൊക്കെ ചെയ്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യും വിളക്ക് കത്തിച്ചൊന്ന് പ്രെയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് പോയി കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ പ്രെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു 3-3:30 ആകുമ്പോഴത്തേനും പിന്നെയും വന്ന് നമ്മളൊന്നുകൂടെ ഫ്രഷായിട്ട് വന്ന് എന്ത് ചെയ്യും, വിളക്കൊക്കെ വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കും. പിന്നെ
ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ്. 6 മണി തൊട്ട് ഒരു 7 മണി വരെ. ഞാൻ ഇങ്ങനെ കുറച്ച് സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, പ്രെയറും കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഇവിടെയുള്ള ചെറിയ ചെറിയ ജോലികളുണ്ട്, എൻ്റെ കാര്യങ്ങളുണ്ട്, കണ്ണൻ്റെ കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ചില ദിവസമൊക്കെ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാത്ത വരാനായിട്ട് പറ്റാത്തത്. അതുകൊണ്ട് ആരും പരിഭവം വിചാരിക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എപ്പോഴും എന്ത് ചെയ്യുക, ഭദ്രമാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വാക്ക്, പ്രവൃത്തി എല്ലാം നിങ്ങൾ ഭദ്രമാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരോട് നമ്മൾ ഇടപെടരുതെന്നല്ല ഞാൻ പറയുന്നത്, ഇടപെട്ടാലും നിങ്ങളൊരു ഡിസ്റ്റൻസിൽ നിൽക്കുക. വളരെ നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളെ സേഫായിട്ടിരിക്കുക, നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സൗന്ദര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പുറത്തേക്ക് പോകുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും മറ്റുള്ളവരോടുള്ള ഇടപാടുകളൊക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കഴിയുന്നതും നമ്മൾ ശത്രുതാ മനോഭാവം എന്ത് ചെയ്യരുത്, നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കഴിയുന്നതും നമ്മൾ സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൊലവിളി അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ആരുടെയും കത്തിക്കും മുൾമുനയ്ക്കും ഇരയാകാതിരിക്കുക, വളരെ ശ്രദ്ധിച്ച് ജീവിക്കുക, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ജീവിക്കുന്നോട് ജനിച്ചാൽ നമ്മൾ ഒരിക്കലും മരിക്കണം, ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണം, മരിക്കണം. അപ്പോൾ ജനിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൃഷ്ടാവായ ദൈവം നമുക്കൊരു ജനനം തന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടാവിൻ്റെ സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവനെയും നമ്മളെയും വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, ആത്മീയമായിട്ട് ജീവിക്കുക. ആത്മീയമായിട്ട് തന്നെ അതിൻ്റെ പുറകെ തന്നെ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ കുടുംബജീവിതം, നമ്മുടെ നമ്മളെ കുടുംബജീവിതം, നമ്മളെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ എല്ലാത്തിൻ്റെയും കൂടെ കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ് ആത്മീയ ജീവിതം. അപ്പോൾ അതൊക്കെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സമാധാനം വളരെയധികം എന്ത് ചെയ്യുന്നു, കേരളത്തിനകത്ത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പുതിയൊരു വർഷം തുടങ്ങിയതിന് ശേഷം എന്തെല്ലാമാണ് കേൾക്കുന്നത്. പിഞ്ചു കുഞ്ഞിനോടൊക്കെ ഇത്രയും ക്രൂരത ചെയ്യാനായിട്ട് എന്താ പറയുക, കഴിഞ്ഞ വർഷം ഏതോ ഒരു സമയത്താണ് ഒരു ഹിന്ദി കൊച്ചിനെ എന്ത് ചെയ്തു, ക്രൂരമായിട്ട് എന്ത് ചെയ്തു, പീഡിപ്പിച്ചു. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. ഇപ്പോൾ പിഞ്ചു കുഞ്ഞിനെ എന്ത് ചെയ്ത് കിണറ്റിലിട്ട് കൊന്നു കളഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അപ്പനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നിട്ടാണ് അവരുടെ വീട്ടിലുള്ളവർ തന്നെ ഇതെന്ത് ചെയ്തിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ കേരളത്തിനകത്ത് സമാധാന അന്തരീക്ഷം കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.